എത്രയോ കാലമായിട്ട് നമുക്ക് പരിചയമുള്ള, പക്ഷേ ഇപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വയറിനുള്ളിൽ ഒരു അസ്വസ്ഥതയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും പ്രശ്നമൊന്നുമല്ല ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളോട് ഒരു 2 മുതൽ 4 മാർക്കിന് വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ, റെഡിയാക്കി പോവുകയാണെങ്കിൽ ഈ 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് എവിടെയും പോവില്ല. ആദ്യം നിങ്ങൾ എന്താണ് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത് മനസ്സിലാക്കണം. എടാ, നമ്മൾ പരദൂഷണം പറയില്ല, അതായത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ട കാര്യം വേറൊരാളോട് പോയി പറയൂലേ, അതിൻ്റെ ഗ്രാമറാണ്, അല്ലെങ്കിൽ പരദൂഷണം പറയുന്നതിൻ്റെ ഗ്രാമറാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ കേട്ട കാര്യത്തിന് ഡയറക്റ്റ് സ്പീച്ച് എന്നും, നിങ്ങൾ ആ കേട്ട കാര്യം വേറെ ഒരാളോട് പോയി പറയുന്നതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുമാണ് വിളിക്കുക. എല്ലായ്പ്പോഴും എക്സാമിന് ചോദിക്കുക ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും വന്ന് ചോദിക്കുക ഇങ്ങനെ ആയിരിക്കും, ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടുനൈറ്റ്, നീ ഇന്നത്തെ പാർട്ടിക്ക് പോകുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ ഈ കേട്ട കാര്യം വേറൊരാളോട് പോയി പറയുമ്പോൾ അല്ലേ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പറയാം, ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി ദാറ്റ് നൈറ്റ് എന്നുള്ളതായിരിക്കും നിങ്ങൾ പോയിട്ട് പറയാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ 2 മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ആർ എന്ന് പറയുന്നത് വാസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആസ്ഡ് എന്നുള്ളതും ഇഫ് എന്ന് പറയുന്നതൊക്കെ എവിടെന്നോ കയറി വന്നതാണ്. ഈ ടുനൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. 2 മാറ്റങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്ന്, വാക്കുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, വേർഡ്സിന് മാറ്റം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ മാറ്റം നിങ്ങളത് കാണാൻ വേണ്ടി പോകുന്നത് സെൻറ്റൻസുകളുടെ സ്ട്രക്ചറുകൾക്കും മാറ്റം വന്നിട്ടുണ്ട്. സെൻറ്റൻസുകളുടെ സ്ട്രക്ചറിനും മാറ്റം വന്നിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് വാക്കുകൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ടേബിൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് കാണാപാഠം പഠിക്കുക, ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒട്ടിക്കുക, നിങ്ങൾ കാണുന്നിടത്ത് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇത് കാണാപാഠം പഠിച്ചേ മതിയാവുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. ഡയറക്റ്റ് സ്പീച്ചിൽ ഐ എന്നാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ഹി എന്നോ ഷീ എന്നോ ഒക്കെ ആയിട്ട് മാറും. അത് ആണാണോ പെണ്ണാണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടുഡേ എന്നുള്ളത് കണ്ടോ, ദാറ്റ് ഡേ ആയിട്ട് മാറി. ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ, യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 ടേബിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 2ഉം നിങ്ങൾ കാണാപാഠം പഠിച്ചേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ വെർബിന്റെ ഫസ്റ്റ് ഫോമുള്ളതൊക്കെ വെർബിന്റെ സെക്കൻഡ് ഫോമിലേക്കും, ഓൾറെഡി വെർബിന്റെ സെക്കൻഡ് ഫോമിലാണെങ്കിൽ ഹാഡ് പ്ലസ് V3യിലേക്ക് മാറും. ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. എക്സാമ്പിൾസും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എടാ, നമുക്ക് 3 ടൈപ്പുകളെ റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കുള്ളൂ. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാലോ, 2 ടൈപ്പ് ഉണ്ട്. WH ക്വസ്റ്റ്യൻസും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്താ സാർ WH ക്വസ്റ്റ്യൻസ്? എടാ, WH സ്റ്റാർട്ട് ചെയ്യുന്ന ചോദ്യങ്ങളില്ലേ, വേർ, വെൻ, വൈ, അല്ലെങ്കിൽ വേർ, വെൻ, വൈ, പിന്നെന്താ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിത് നോക്കിയാൽ മതി, വേർ, വിച്ച്, വാട്ട്, വെൻ, വൈ, അല്ലെങ്കിൽ എച്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൗ, ഹൗ മെനി, ഹൗ ഫാർ, ഹൗ ഓൾഡ്, ഹൗ ലോങ് എന്നൊക്കെ വെച്ച് തുടങ്ങുന്ന എച്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇതിനാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്താ, അത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ റിപ്ലൈ എപ്പോഴും അല്ലെങ്കിൽ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. നിങ്ങൾ ബസ്സിനാണോ വന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ളതല്ലേ. ഇതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്. അതെ അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങളായിരിക്കും. അത് അത്രയും സ്റ്റാർട്ട് ചെയ്യുന്നതില്ലേ ഓക്സിലറി വേർബ് വെച്ചിട്ടായിരിക്കും. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ് എന്നൊക്കെ പറയുന്ന ഓക്സിലറി വേർബ് വെച്ചിട്ടായിരിക്കും അത് അത്രയും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഒരു WH ക്വസ്റ്റ്യൻ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കാം. ഞാനിവിടെ ഒരു WH ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ മായ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതാണ് മായ ചോദിക്കുന്നത്. WH ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ മനസ്സിലായി? വാട്ട് എന്ന് പറയുന്നത് WH ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഇതിന്റെ സ്പീക്കറാണ്. സ്പീക്കർ ആരാ? മായയാണ് നമ്മുടെ സ്പീക്കർ. സോ മായേനെ ഇങ്ങോട്ട് താഴത്തേക്ക് എടുത്ത് എഴുതുക. റിപ്പോർട്ടിംഗ് വേർബ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും. സോ മായ ആസ്ക്ഡ്. ക്വസ്റ്റ്യൻ വേർഡ് എന്താ? ഇതിലുള്ള ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വാട്ട് ആണ്. സോ മായ ആസ്ക്ഡ് വാട്ട്. ഇനി നമുക്ക് ബാക്കി സെന്റൻസിനെ കൺവേർട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സെന്റൻസിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സബ്ജക്റ്റിനെയാണ് ആദ്യം കൊടുക്കേണ്ടത്. സബ്ജക്റ്റ് ഫസ്റ്റ്. സബ്ജക്റ്റിനെ ആദ്യം കൊടുക്കണം. ഇപ്പോൾ ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നിടത്ത് സബ്ജക്റ്റ് എന്താണ്? അവിടുത്തെ യോർ എന്ന് പറഞ്ഞ വേർഡാണ് അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ലിസ്റ്റ് നേരത്തെ കാണാപാഠം പഠിക്കാൻ പറഞ്ഞത്, അത് പ്രകാരം യോർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഒരു ആണിനോടാണെന്നുണ്ടെങ്കിൽ ഹിസ് എന്നുള്ളതായിട്ട് മാറും. സോ യോർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിസ് ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതായിട്ട് മാറും. തീർന്നോ? ഇല്ല. ഇനി അവിടെ ബാക്കി എന്തുണ്ട്? ഒരു ഈസ് അവിടെ ബാക്കിയുണ്ട്. ഈസ് നമ്മുടെ നേരത്തെ ലിസ്റ്റ് പ്രകാരം എന്തായിട്ട് മാറും? അത് വാസ് ആയിട്ട് മാറും. സോ മായ ആസ്ക്ഡ് വാട്ട് ഹിസ് ഫേവറേറ്റ് ഫുഡ് വാസ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഫൈനലി നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നത്. അടുത്ത നമുക്കൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാം. യെസ് ഓർ നോ ക്വസ്റ്റ്യനിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യം സ്പീക്കറിനെ കൊടുക്കുക. റിപ്പോർട്ടിംഗ് വേർബ് സെയിം ആണ്.
ആസ്ക്ഡ് എന്നുള്ളതിനെയാണ് ഇവിടുത്തെയും റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. വാട്ട്, വെയർ, വെൻ, വൈ അല്ലെങ്കിൽ ഹൗ, ഹൗ മെനി, ഹൗ ഫാർ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ലിങ്കിങ് വേർഡാണ്. 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഒന്നുകിൽ നമുക്ക് ഇഫ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വെദർ എന്ന് കൊടുക്കാം. ഇതിൽ ഏത് കൊടുത്താലും ശരി തന്നെയാണ്. ഇഫ് എന്നോ വെദർ എന്നോ കൊടുക്കാം. ബാക്കി സെന്റൻസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനേ ഉള്ളൂ. ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഇവിടെ മായ ചേച്ചി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ? നീ നാളെ വരുന്നതിൽ ഉറപ്പാണോ എന്നുള്ളത്. സോ നമുക്കിതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. കാരണം ഇതൊരു ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴെ യെസ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്പീക്കറെ താഴത്തേക്ക് എടുത്ത് എഴുതാം. മായാണ് നമ്മുടെ സ്പീക്കർ. മായ. റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് എന്നുള്ള തന്നെയാണ്. ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് ഇഫ് യൂസ് ചെയ്യാം. മായ ആസ്ക്ഡ് ഇഫ്. ഇനി ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളതല്ലേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതിലുള്ള യു ആണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ യു രാം ആയതുകൊണ്ട്, രാം ഒരു ആൺകുട്ടി ആയതുകൊണ്ട് എന്തായിട്ട് മാറും? ഹി എന്നായിട്ട് മാറും. മായ ആസ്ക്ഡ് ഇഫ് ഹി, ആർ എന്നുള്ള എന്തായിട്ട് മാറും? വാസ് എന്നുള്ളതായിട്ട് മാറും. സോ മായ ആസ്ക്ഡ് ഇഫ് ഹി വാസ് ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളതില്ലേ, കമ്മിങ് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. കമ്മിങ്, ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇത് ആ ലിസ്റ്റ് പ്രകാരമുള്ളതാണ്. കമ്മിങ് ദ നെക്സ്റ്റ് ഡേ, കമ്മിങ് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രാവശ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ള, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സ്ട്രാക്ട് ഫ്രം ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ് സ്മിത്ത് ആൻഡ് മിസ്റ്റർ ബ്രൗൺ ഇൻ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ഈസ് ഗിവൻ ബിലോ. റിപ്പോർട്ട് ദ കോൺവെർസേഷൻ. ഈ ഒരു കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യാനാണ് മിസ് സ്മിത്ത് ചോദിക്കുന്നത്, കുഡ് യു റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ് മിസ്റ്റർ ബ്രൗൺ? കുഡ് യു മാനേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യനാ. താഴെ യെസ് എന്നും കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? സിമ്പിളാ. നിങ്ങൾ ആദ്യം മിസ് സ്മിത്തിനെ താഴത്തേക്ക് എടുത്ത് എഴുതുക. മിസ് സ്മിത്ത്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആസ്ക്ഡ് എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ആരോടാ ചോദിക്കുന്നത്? മിസ്റ്റർ ബ്രൗണിനോടാ ചോദിക്കുന്നത്. മിസ്റ്റർ ബ്രൗൺ. മിസ് സ്മിത്ത് ആസ്ക്ഡ് മിസ്റ്റർ ബ്രൗൺ. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ലിങ്കിങ് വേർഡ് യൂസ് ചെയ്യണം. ഇഫ് എന്നോ വെദർ എന്നോ യൂസ് ചെയ്യാൻ ഞാനിവിടെ ഇഫ് ആണ് യൂസ് ചെയ്യുന്നത്. മിസ് സ്മിത്ത് ആസ്ക്ഡ് മിസ്റ്റർ ബ്രൗൺ ഇഫ്. യു എന്ന് പറയുന്നതല്ലേ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യു ആണ്. അപ്പൊ സബ്ജക്റ്റിന് ആദ്യം കൊടുക്കണം. യു എന്നുള്ളതല്ലേ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ മിസ്റ്റർ ബ്രൗൺ ഒരു പുരുഷനായതുകൊണ്ട് ഹി എന്നുള്ളതായിട്ട് മാറും. മിസ്റ്റർ ബ്രൗൺ ഇഫ് ഹി കുഡ് ഒന്നും ചെയ്യാനില്ല. ഹി കുഡ് റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ് എന്നതായിരിക്കും നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ചോദ്യങ്ങളല്ല, പക്ഷേ ഇതിന്റെ ഉത്തരം ഇങ്ങനെ ആയിരിക്കട്ടെ വരിക. മിസ് സ്മിത്ത് ആസ്ക്ഡ് മിസ്റ്റർ ബ്രൗൺ ഇഫ് ഹി കുഡ് റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ് എന്നുള്ളതായിരിക്കും. ഇവിടെ എന്താ മാറ്റം വന്നത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു ലിങ്കിങ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കിങ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഡിലൊന്നും നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സബ്ജക്റ്റിനെയാണ് ആദ്യം ഇവിടെ കൊടുത്തത്. ഇഫ് കഴിഞ്ഞ ശേഷം നമ്മൾ യു എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഹി എന്നാക്കിയിട്ട് മാറ്റി താഴത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വേറെ ഒരു മാറ്റവും ഇല്ല അതിൽ. അടുത്തതായിട്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കുന്ന സമയത്ത് റിപ്ലൈ അല്ലെങ്കിൽ ചുമ്മാ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. യു ആർ ലുക്കിംഗ് ഗുഡ്, യു ആർ എ ഫൈൻ ലുക്കിംഗ് ലേഡി എന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹി ഈസ് എ സ്മാർട്ട് ബോയ് എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവനയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാം, ആർ യു ലീവിങ് ടു നൈറ്റ്? നീ ഇന്ന് രാത്രി പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ അതെ, അല്ലെങ്കിൽ അതെ ഞാൻ ഇന്ന് രാത്രി പോവാണ് എന്ന് പറയുമ്പോൾ അതൊരു റിപ്ലൈ ആണ്. ഇങ്ങനെ റിപ്ലൈ ചെയ്യുന്ന സമയത്തിൽ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. ഓക്കെ, സോറി എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട്, നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റിപ്പോർട്ട് ദ കോൺവെർസേഷൻ ബിലോ നമ്മളോട്. ഓക്കെ, റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കട്ടെ. റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 2 അല്ല ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്. അപ്പോൾ വാങ്കാരി മാതാ ഇവിടെ പറയുന്നു, വി നീഡ് ടു വർക്ക് ടുഗദർ ടു ഹീൽ ദ പ്ലാനറ്റ്. നമ്മൾ ഈ ഒരു പ്ലാനറ്റിനെ, ഈ ഒരു ഭൂമിയെ, ഈ ഒരു ഗ്രഹത്തിനെ നമ്മൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചേരണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്തല്ലേ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ സ്പീക്കറിന് ആദ്യം കൊടുക്കുക, പിന്നെ റിപ്പോർട്ടിംഗ് വേർബ് കൊടുക്കുക. റിപ്പോർട്ടിംഗ് വേർബിന് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഇതൊരു റിപ്ലൈ ആണെന്നെങ്കിൽ നമുക്ക് റിപ്ലൈഡ് എന്ന് പറയാം. ഇനി അതല്ല ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ സെഡ് എന്നോ ടോൾഡ് എന്നോ പറയാം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് ദാറ്റാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ട ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത്. ബാക്കി ഭാഗം നമുക്ക് സെൻറ്റൻസിനെ കൺവേർട്ട് ചെയ്യാൻ തന്നെയാണ്. കൺവേർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സബ്ജക്റ്റിനെ ആദ്യം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതിനെ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? മാതായി പറയുന്നു വി നീഡ് ടു വർക്ക് ടുഗദർ ടു ഹീൽ ദ പ്ലാൻ. സോ മാതായി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പീക്കർ. സോ
മാതായ്. റിപ്പോർട്ടിംഗ് വേർബായിട്ട് നമുക്ക് സെഡ് എന്ന് പറയാം, കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ മാതായ് സെഡ് ദാറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. ഇനി ബാക്കി ഭാഗം കൺവേർട്ട് ചെയ്യണം. വി നീഡ് ടു വർക്ക് ടുഗദർ. വി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ദേ ആയിട്ട് മാറും. ദേ നീഡ് ടു വർക്ക് ടുഗദർ ടു ഹീൽ ദ പ്ലാനറ്റ്. വേറൊന്നും അതിൽ ചേഞ്ച് ചെയ്യാനായിട്ടില്ല. നമുക്ക് അവസാനമായിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, ഏതാ ഇവിടുത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത്? ഓക്കെ, റിപ്പോർട്ട് ദ കോൺവെർസേഷൻ. മം സെഡ് യു വിൽ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ഫോർ ദ ട്രിപ്പ് ടുമോറോ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ, അത് അവനോട് പറയാണ്, അല്ലെങ്കിൽ അവനോട് ജസ്റ്റ് പറയാണ്, നിനക്ക് നാളെ നേരത്തെ ട്രിപ്പിന് പോകണം എന്നുണ്ടെങ്കിൽ നാളത്തെ നേരത്തെ എണീക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജിം പറയാണ് ഐ ഹോപ്പ് ഇറ്റ് വോണ്ട് റെയിൻ ഇൻ ദ മോർണിംഗ്. നാളെ രാവിലെ മഴ പെയ്യില്ല എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. രണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മം പറഞ്ഞത് നോക്കാം, അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് നോക്കാം. മം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പീക്കർ. മം സെഡ് ദാറ്റ്. യു എന്ന് പറയുന്നത് എന്താവും? ഹി ആയിട്ട് മാറും. ഹി വുഡ് ഹാവ് ടു ഗെറ്റ് അപ്പ്. കണ്ടോ, ഇവിടെ ഈ ഗെറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റി എഴുതണം. കാരണം ഈ വില്ലും വുഡൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓക്സിലറി വെർബുകൾക്ക് ശേഷം നമ്മൾ പിന്നീട് എന്ത് ചെയ്യരുത്? അതിനെ നമ്മൾ വെർബിനെ ചേഞ്ച് ചെയ്യരുത്. ടു ഗെറ്റ് അപ്പ് ഏർലി ഫോർ ദ ട്രിപ്പ് ടുമോറോ എന്നുള്ളത് എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ അതുപോലെ തന്നെ ജിം പറയുന്ന ഭാഗം നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ജിം സെഡ് ദാറ്റ്. ഇനി ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഹി ഹോപ്പ് എന്നുള്ളത് ഹോപ്ഡ് ദാറ്റ്. ഇറ്റ് എന്നുള്ളത് ദാറ്റ് ആവും. ദാറ്റ് വോണ്ട് എന്നുള്ളത് വുഡന്റ് ആവും. ദാറ്റ് വുഡന്റ് റെയിൻ. rain in that morning എന്നുള്ളതായിട്ട് മാറും. എന്നുള്ളതായിട്ട് മാറും. സോ ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്ന്, ഒന്നും മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. മം പറഞ്ഞത് നമ്മൾ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക. മം സെഡ് ദാറ്റ് ഹി വുഡ് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ഫോർ ദ ട്രിപ്പ് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതും, ജിം സെഡ് ദാറ്റ് ഹി ഹോപ്ഡ് that wouldn't rain in that morning എന്നുള്ളത്, അല്ലെങ്കിൽ ദ മോർണിംഗ് എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, നിങ്ങൾ ആവശ്യക്കാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ലൈവിൽ കാണും. അപ്പോൾ ലൈവുകളിലും അതുപോലെ ഇനി വരാനിരിക്കുന്ന വീഡിയോകളിലും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ബൈ, ഓൾ ദി ബെസ്റ്റ്.